ഹേ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ടോക്കിയോ റിവെഞ്ചസിലെ ചാപ്റ്റർ 221 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആയിട്ട് കാണുന്ന മച്ചവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കോക്കച്ചോനെയാണ്. അവൻ നമ്മുടെ മൈക്കിയോട് ചോദിക്കുന്നുണ്ട്, എന്തോ പറ്റി മൈക്ക്, നീ മൂഡ് ഓഫ് ആണല്ലോ? അപ്പോൾ മൈക്ക് പറയുന്നുണ്ട്, എനിക്കെന്തോ ബാഡ് ഫീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാ. പിന്നെ കാണിക്കുന്നത് ടാക്കിമച്ചിയുള്ള സ്ഥലത്തിലെ നാട്ടുകാരാണ്. അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട്, അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, നീ കേട്ടോ? ഇപ്പം അങ്ങോട്ട് ഡ്രാഗൺ വന്നതും അവിടെ ഉള്ള കള്ളന്മാരെല്ലാം കൂടെ ഓടിപ്പിടിച്ച് ഓടുന്നുണ്ട്. നമ്മുടെ ടാക്കിമച്ചി ഡ്രാഗനോട് താങ്ക് യു പറയുന്നുണ്ട്. നീ വന്നില്ലായിരുന്നു ഞങ്ങൾ പെട്ടുപോയ ഡ്രാഗൻ, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ഡ്രാഗൻ ആ തോക്ക് കെട്ടിട്ട് പറയുന്നുണ്ട്, അവർക്ക് എന്തെങ്ങനെ ഇത്ര ധൈര്യം വന്ന് ആ തോക്ക് കെട്ട് നടക്കാൻ. ടാക്കിമച്ചി പറയുന്നുണ്ട്, സെഞ്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ടാക്കിമച്ചി പറയും, ഡ്രാഗൻ നീ എന്തായിരുന്നു ഇവിടെ? ഈ ഫെസ്റ്റിവലും എല്ലാം കാണാൻ ഇറങ്ങിയതാണോ? ഡ്രാഗൺ പറയും, അതൊന്നും അല്ല, എൻ്റെ അടുത്ത് ഇനോപ്പി പറഞ്ഞു നിങ്ങളുടെ പുറകെ ആരൊക്കെയോ വരുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ടാക്യുമെച്ചറിയും, അല്ല എന്തിനാണ് എല്ലാവരും എൻ്റെ പുറകെ നടക്കുന്നത്? അപ്പോൾ നമ്മളെ ഡ്രാഗൺ പറയും, അവരെല്ലാം റോക്കുഹാറയിലെ വെറും ലോവർ ലെവൽസ് മാത്രമാണ്. അപ്പം നമ്മൾ ഡ്രാഗൺ പറയും, എനിക്ക് നീ ബ്രഹ്മാജി ചേർന്നപ്പോൾ അവർ പേടിച്ചു കാണും. 3 ടൈറ്റൻസിൻ്റെ വാർ കഴിയുമ്പോൾ അത് ഉറപ്പായിട്ട് പിള്ളേർ തമ്മിലുള്ള വാർ മാത്രമായിരിക്കും. അപ്പോൾ ടാക്യുമെച്ചി പറയും, അവരെന്തിനാ ഇനി തോക്ക് യൂസ് ചെയ്യുന്നത്? ഇവിടെയുള്ള എല്ലാവരും മാറി, അവർക്ക് പൈസ കൊടുത്താൽ അവരെന്തും ചെയ്യും. ഡ്രാഗൻ ഇത് ടാക്കിമച്ചിയോടും സെഞ്ചുവിനോടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടാക്കിമച്ചി പറയും, എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മളെ ഡ്രാഗൻ്റെയും ടാക്കിമച്ചിയുടെയും ഫ്രണ്ടിലായിട്ട് എന്തൊരു സൗണ്ട് കേൾക്കുന്നത് അവർ രണ്ടുപേരും. അപ്പോൾ നമ്മൾ ഡ്രാഗൻ പറയും, എനിക്കറിയായിരുന്നു ഇതൊക്കെ സംഭവിക്കുമെന്ന്. ടാക്കിമച്ചി പറയും, ഈ ഫൈറ്റ് ഞങ്ങളുടെ തമ്മിലിടയ്ക്കാണ്, എനിക്ക് ചെറുതായിട്ടൊക്കെ ഫ്യൂച്ചർ ഇപ്പോൾ കാണാം. അപ്പോൾ നമ്മളെ ടാക്കിമച്ചി പറയും, ഫ്യൂച്ചറിൽ സെഞ്ചു മരിക്കുമായിരുന്നെന്ന്. അപ്പോൾ സെഞ്ചു പറയും, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഓർക്കുന്നത്? ഞാൻ മരിക്കുമെന്നോ ഫ്യൂച്ചറിൽ? എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ നമ്മളെ ടാക്കിമച്ചി ഡ്രാഗനോട് താങ്ക് യു പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടാക്കിമച്ചി പറയും, നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ സെഞ്ചു പറയും, നമുക്ക് ഇവിടെ തന്നെ പെട്ടെന്ന് തന്നെ പോകണം, ആളുകൾ വരുന്നതിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ നമ്മളെ ടാക്കിമച്ചി പറയും, നീ പറഞ്ഞാൽ ശരിയാണ് സെഞ്ചു, നമുക്ക് വേഗം തന്നെ വെളിയിൽ പോവാം. അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് ടാക്കിമച്ചി തിരിഞ്ഞ് ഡ്രാഗനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ടാക്കിമച്ചി കാണുന്നത് ഡ്രാഗനെ 3 വെടിയേറ്റ് കിടക്കുന്നതാണ്. ഇതോടെ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തരുമ്പോൾ ചാനലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.